അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് കടക്കുന്നത്. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ മതം വിട്ടവർ അല്ലെങ്കിൽ മതത്തിലേക്ക് വന്നവർ അങ്ങനെയുള്ള പല ആളുകളെക്കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. അവരുടെ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു തെളിവല്ല ഒരിക്കലും. എന്നാൽ അതേ സമയത്ത് പല ആളുകൾക്കും അവരുടെ ജീവിതവുമായി ചില അനുഭവങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ആ സുഹൃത്ത് മുൻപ് ഒരു എക്സ് മുസ്ലിം എന്നൊക്കെ നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ മതരഹിതമായ ജീവിതത്തിലൂടെ കടന്നുപോയി പിന്നീട് വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു മാർഗത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിക്കാം. അപ്പോൾ ഏതായാലും സ്വാഗതം UAE ഒരു പോഡ്കാസ്റ്റിലേക്ക്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യൂനിസ് അലി. ഞാൻ ഒരു മതരഹിത ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു. മതരഹിത ജീവിതം എന്ന് പറഞ്ഞാൽ കാരണം ഒരു ദൈവവും ശരിയല്ല, പ്രത്യേകിച്ച് ഇസ്ലാം. കാരണം അതാണ് ഞാൻ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ മദ്രസ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തീരെ ശരിയല്ല. കാരണം മറ്റുള്ള ദൈവവിശ്വാസങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ബേസ് കൂടുതൽ അറിയില്ല. അങ്ങനെ ഇസ്ലാം എന്തായാലും തെറ്റാണ്, ഇസ്ലാം എന്തായാലും തെറ്റാണ്, ദൈവമേ ശരിയല്ല, ഇസ്ലാം എന്തായാലും തെറ്റാണ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ഇതില് ഇപ്പം അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, താങ്കളും ജനിച്ചത് ഒരിക്കലും ഒരു പക്ഷേ ഒരു മുസ്ലിം കുടുംബത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ മദ്രസയിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ മദ്രസയിൽ പഠിക്കുന്നത് ഇസ്ലാമാണ്. പിന്നെ അതിൽ നമ്മൾ പല നല്ല കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. മാതാപിതാക്കളോടുള്ള കടമ, സമൂഹത്തോടുള്ള കടമ, പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ളവരോടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ മതത്തിൻ്റെ ഒരു നന്മകളായിരിക്കും ചെറുപ്പത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പിന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവുക മദ്രസകളിലൊക്കെ. പക്ഷേ പിന്നെ എങ്ങനെയാണ് ആ ഒരു അനുഭവത്തിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു മതരഹിതമായ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. മദ്രസയിലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളെ മദ്രസയിലെ ഏറ്റവും ഒരു മോശം വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നൊക്കെ എൻ്റെ ഒക്കെ ചെറുപ്പത്തിലൊക്കെ നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളെ നാട്ടിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ഈ ആശയപരമായിട്ടുള്ള തർക്കങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഇത് സംഘടനാപരമായ തർക്കങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും അതിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു അർത്ഥരാഹിത്യം. കാരണം ഒരേ ആശയം പേറുന്നവർ, ഒരേ വിശ്വാസത, ഒരു ഇതിലും മാറ്റമില്ലാത്തവർ തമ്മിലുള്ള ഈ സംഘടനാപരമായിട്ടുള്ള ഈ കശപിശകളൊക്കെ കാണുമ്പോഴുള്ള ഒരു മടുപ്പ് അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനൊരു ലെഫ്റ്റ് വ്യൂ പോയിന്റിലൂടെ ലോകത്തെ നോക്കി കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ചിന്തയിലേക്കും അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അല്ല, ഞാൻ ധാരാളമായിട്ട് വായിക്കുന്ന ആളായിരുന്നു. അപ്പം അന്ന് വായിച്ചിരുന്ന കൂടുതലും. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തിനോടാണ് ഏതാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് അതിങ്ങനെ അതിന് റിലേറ്റഡ് ആയി വരും. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ കാരണം ആദ്യം മനസ്സിൽ നമ്മളൊരു ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്ലാം ശരിയല്ല എന്നുള്ളൊരു ബേസ് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ എതിർപക്ഷത്തു നിന്നുള്ള വായനകളായിരുന്നു അധികവും, ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇത്തരം എൻ്റെ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോകുന്നവരോട് പറയാനുള്ളത്, നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം ഒരു ജഡ്ജി ആവുക. രണ്ട് ഭാഗവും നമ്മളെ മുന്നിൽ. ഇപ്പോൾ എനിക്കൊക്കെ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ, കാര്യങ്ങൾ, ആ രീതിയിലുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ പോലും ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള, കാരണം അത് നമ്മളൊരു മുൻവിധി സെറ്റ് ചെയ്തതാണ്. അപ്പം സെറ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ വിമർശന ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ചെറുപ്പത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇസ്ലാം വിമർശനങ്ങളും അല്ലെങ്കിൽ മതരഹിതമായിട്ടുള്ള അത്തരത്തിലുള്ള വായനകളിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു ആശയപരമായ ഭിന്നതകൾ സ്വാഭാവികമാണ്. പക്ഷേ അതേസമയത്ത് ഒരു പരിധി അപ്പുറത്തേക്കുള്ള സംഘടനാ തർക്കങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടാം. അപ്പം അങ്ങനെയുള്ളൊരു മടുപ്പ് മാത്രമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മടുപ്പുള്ളത് കൊണ്ട് മാത്രം ഒരാൾ ഈ മതരഹിതമായ ഒരു വായനയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥ? അല്ല, ഞാൻ പറഞ്ഞത് കാരണം ഞാൻ മദ്രസയിൽ അത്ര ഒരു 3-4 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ബേസ്മെന്റ് മാത്രമേ മദ്രസയിൽ പഠിച്ചിട്ടുള്ളൂ.
പിന്നെ അതിനുശേഷം ഈ ഞാൻ കാണുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ഈ വിഷയങ്ങളൊക്കെയാണ്. കാരണം ഈ തർക്കങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും എക്സ്ട്രീം തലത്തിലായിരുന്നു ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ അപ്പൊ ഈ പൊതുവെ നമ്മൾ മദ്രസയിൽ പഠിച്ച ഒരു അത്രമാത്രം പഠിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പഠിച്ച സമയത്തിനോട് ഒരു മോശം വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ നല്ല ചൂരൽ പ്രയോഗത്തിനൊക്കെ ഇരയായിട്ടുണ്ട്. ഇപ്പോൾ പല കാരണങ്ങളും ആണല്ലോ. അപ്പൊ നമുക്ക് നല്ല അന്ന് കാരണം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എൻ്റെ കുട്ടികൾ മദ്രസ പോകുന്നുണ്ട്, അവർക്കൊക്കെ മദ്രസ പോകാൻ താല്പര്യമാണ്. ഇപ്പം അതിനിപ്പോൾ അതേസമയം അന്നൊക്കെ ഇപ്പം അങ്ങനെയുള്ള ഇത് ഈ രീതിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ആ ഒരു കൈകാര്യം ചെയ്ത രീതി അടക്കം നമ്മളെ ആ രൂപത്തിലേക്ക് അതെ അതെ ഈ നാട്ടിലുള്ള ഈ വിഷയങ്ങളൊക്കെയാണ്. കാരണം ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൽ എന്താണ് പഠിപ്പിക്കുക അതിന് നേർ വിപരീതമുള്ള കാട്ടിക്കൂട്ടലാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോ നമ്മള് മദ്രസയിൽ നിന്നൊക്കെ ചെറുതായിട്ടെങ്കിലും പഠിച്ചതല്ലാത്ത ഒരു ഇസ്ലാമിലാണ് നമ്മൾ അനുഭവിക്കുന്ന ഇസ്ലാം, ഈ പുസ്തകത്തിലുള്ള ഇസ്ലാം അല്ല അനുഭവിക്കുന്ന ഇസ്ലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് ഇതൊരു ഈ മതത്തിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലൊരു വായനയിലേക്ക് എത്തുകയും പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കുന്നതെല്ലാം അതിനെ സാധൂകരിക്കുന്നതാവുകയും ചെയ്തു. ഇത് ഈ സംഘടനാപരമായിട്ടുള്ള കയ്യങ്കാളികളൊക്കെ എന്റെ ഏറ്റവും ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ കാണുകയാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലൊരു ഇത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ശരി, അതൊന്നും ഒരു മതരഹിതമായ ഒരു വായനയിലേക്ക് എത്തി, അങ്ങനെ ഇസ്ലാമൊന്നും ഒരിക്കലും ശരിയാവുകയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാനൊരു മുസ്ലിമായിട്ട് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു മനോഭാവം എന്തായിരുന്നു, അതേപോലെ തന്നെ നിങ്ങൾ ഈ മതത്തോട് സ്വീകരിച്ച നിലപാടുകൾ എന്തൊക്കെയായിരുന്നു, എന്താണ് നിങ്ങൾ ചെയ്തത് ആ സമയത്ത്? അല്ല, അന്ന് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത് വലയങ്ങളിൽ ഒക്കെ എല്ലാവരോടും ഞാൻ പറയും, ഇതൊന്നും ശരിയല്ല, ഇതിലൊന്നും കാര്യമില്ല, നിങ്ങളൊക്കെ വെറുതെ ഈ ആചാരങ്ങളൊക്കെ ഒരു അടിസ്ഥാനം ഇല്ലാത്തതാണ്. ഇപ്പൊ നിങ്ങൾ നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, എന്തിനാണ്? ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് വെറുതെ ഇതിങ്ങനെ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. അതിന് അവരേതായ രീതിയിലുള്ള മറുപടികൾ പറയുകയും ചെയ്യുമെങ്കിലും, പക്ഷെ എനിക്കൊരിക്കലും, കാരണം ഞാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതാണ്, എനിക്ക് എൻ്റെ ആശയം മറ്റുള്ളവരുടെ മേത്ത് അടിച്ചമർത്തണം എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവർക്ക് അതുകൊണ്ട് അവർ സുഖം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനും അതിനെ ഇതാക്കണം? അപ്പൊ ഞാൻ എൻ്റെ ഇത് അവരോട് സംസാരിക്കാൻ ശ്രമിക്കും, പക്ഷെ അവരെ മറുവാദം പറയുകയും ചെയ്യും. അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയത്. എനിക്കൊരിക്കലും മതവിശ്വാസികളോട് വെറുപ്പുണ്ടായിട്ടില്ല. കാരണം നമുക്ക് നമ്മളെ വഴി, അവർക്ക് അവരെ വഴി, അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ വിദേശത്ത് പോണു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മക്ക ഹറമിൽ ഒക്കെ കയറി ഒക്കെ ഒന്ന് കണ്ട് അതേപോലെ പുറത്തിറങ്ങി വന്ന ആളാണ്, ഒരു വിസിറ്ററായിട്ട്. അതാണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കി പുറത്തിറങ്ങി വന്ന ആളാണ് ഞാൻ. അല്ല, ഞാനിങ്ങനെ ആലോചിക്കാണ്, ഇപ്പൊ ഞാൻ ഹറമിൽ പോയപ്പം ഒരു വിശ്വാസിയായിക്കൊണ്ട് പോകുമ്പോൾ ആ ഹറമിങ്ങനെ കാണുമ്പോൾ ഒരു അത്രമേൽ വലിയ ഒരു ഇഷ്ടവും ഇതൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളൊരു മതരഹിതനായിട്ട് കഅബയൊക്കെ കാണുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? കുറെ ആൾക്കാർ എന്തൊക്കെ കുറെ ഒരു വലിയൊരു കെട്ടിടം, ധാരാളം പേര്, നല്ല സുരക്ഷാ സംവിധാനങ്ങള്, നല്ല വൃത്തി. ഓക്കെ, അതിൽ കഴിഞ്ഞിട്ട് നമുക്ക് ആത്മീയമായിട്ട് നമുക്കൊരു ഉണർവില്ലല്ലോ അത് കണ്ടിട്ട്. കാരണം നമുക്കൊരു വലിയൊരു ബിൽഡിങ്, അതിൽ കുറെ ആളുകൾ പ്രദക്ഷിണം ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള നിസ്കരിക്കുന്നു, അങ്ങനെയുള്ളതല്ലാതെ വേറെ മനസ്സിൽ ഒന്നും കടന്നു വന്നിട്ടില്ല. ഇതിലെ നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ മുസ്ലിം അല്ലാതിരുന്ന അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറയാവുന്ന ആ ഒരു സമയത്ത് പോലും മുസ്ലിങ്ങളോടൊരു വെറുപ്പുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ പൊതുവിൽ ഞാനിങ്ങനെ നമ്മളോട് ഇടപഴകുന്ന ആളുകൾ ഈ രൂപത്തിൽ വളരെ സൗമ്യമായും അല്ലെങ്കിൽ സൗഹാർദ്ദപരമായും ഇടപെടുന്ന പല ആളുകളുണ്ട്, നമ്മളോട് പല കാര്യങ്ങളും സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഈ കോൺഫ്രണ്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ പലപ്പോഴും അങ്ങനെയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളോടൊക്കെ ഭയങ്കരമായൊരു വെറുപ്പ്, നമ്മളൊന്നും ഇല്ല, നമ്മൾക്ക് ബോധ്യപ്പെട്ടൊരു സത്യം പറയുന്നു, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വഴി പോവുക, അല്ലെങ്കിൽ അതിനെ ആശയപരമായി എതിർക്കുക എന്നുള്ളതിനപ്പുറത്ത് പലപ്പോഴും വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ നമ്മളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കുക, നമ്മളേറ്റവും വേദനിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന റസൂലിനെ എന്തെങ്കിലും പറയാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വഴി, അങ്ങനെ റസൂലിന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവുമ്പോൾ അതിലൂടെ അവർക്കൊരു ഒരു തൃപ്തി കിട്ടുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു വ്യത്യാസത്തെ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളൊരു പറഞ്ഞു ഒരു വെറുപ്പില്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പോയതെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പൂർവ്വകാല യുക്തിവാദികൾ, അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, ഇത് കുറേ ആയിട്ടുള്ള നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു ഇതാണല്ലോ. അവർ തീർത്തും
ഒരു ജനാധിപത്യപരമായ രീതിയിലാണ് അവർ വിമർശനങ്ങളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കണില്ല, ഒരു ഇസ്ലാം വിമർശനമായിട്ട് എന്തോ ഒരു ഇത് ചെയ്തിട്ട് അതിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ തെളിവ് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഒരു യുക്തിവാദിയായിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. അത് പക്ഷെ ഈ ഒരു സമീപകാലത്താണ് ഇതിൽ വലിയ തോതിലുള്ള മാറ്റം കാണുന്നത്. കാരണം അവർ ഈ ഭൗതിക തലത്തിലുള്ള സംവാദത്തിൽ നിന്ന് ഒരു കയ്യങ്കാളി തലത്തേക്ക് അവരെത്തണത് കാരണം വളരെ ഈ എന്ത് പറയുക, ഇപ്പോൾ ഈ സംഘപരിവാർ പ്രസംഗി അത്തരം ആളുകൾ അതേ രൂപത്തിൽ അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രൂപത്തിലുള്ളതായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി പിന്നെ എങ്ങനെയാണ് ഒരു മാറ്റത്തിന്റെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്? ആ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ വിദേശത്ത് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ മതരഹിതമായി ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഡിപ്രഷന്, അതേപോലെ നമുക്ക് ഒരു നമ്മൾ ചെയ്ത ഒന്നും ശരിയാവില്ല, അതേപോലെ ആത്മഹത്യാ പ്രവണത, പല നിസ്സാര കാര്യങ്ങൾക്ക് വരെ. സത്യം പറയുകയാണെങ്കിൽ അന്ന് നമുക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം പിന്നെ അത് മതപരമായിട്ട്, കാരണം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവിടത്തും കൊണ്ട് അവസാനിക്കൂല, അതിന് പിന്നെ അതിന് അനന്തരഫലങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീരുത്വത്തിന്റെ അംശം മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രം ഇന്ന് ജീവനോടെ അന്ന് അങ്ങനെ ചെയ്യാതെ അങ്ങനെ ഒരു സമയം കഴിഞ്ഞു പോയി. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഞങ്ങളൊരു ബിസിനസ് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, ഒരു മതരഹിതമായ ഒരു അവസ്ഥയും ഡിപ്രഷനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഞാനിപ്പോ ഈ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി എന്ന് എന്നെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ തവക്കൽ ഭാരമേൽപ്പിക്കുക, അപ്പൊ ഒരാള് ഇപ്പൊ ഒരു അതായത് ഒരു മനുഷ്യന് എല്ലാ പ്രവൃത്തി, കാരണം അതിൽ നമ്മള് ചെയ്യുന്ന ഇത് പരിപൂർണ അർത്ഥത്തിൽ നമ്മൾ ചെയ്യുക, എന്നിട്ട് അതിൽ ദൈവത്തിന്, അല്ലാതെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കല്ല, അത് പഠിച്ചവർക്ക് ഭാരം ഏൽപ്പിക്കുക. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് റസൂലിന്റെ ഒരു ഹദീസാണ്, ഒട്ടകത്തെ കെട്ടിയിടുക, ശേഷം തവക്കുൽ ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ള നമ്മൾ ചെയ്യുക. അതായത് നമുക്ക് ഭൗതികമായി ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിനപ്പുറത്തേക്ക് പഠിച്ചവനിൽ ഭരമേൽപ്പിക്കുക. അതെ. അപ്പോൾ ആ രൂപത്തിൽ, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു റിലാക്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഈ ദൈവികമായിട്ടുള്ള ദൈവത്തോടുള്ള ഒരു ബന്ധം എല്ലാ മനുഷ്യർക്കും അവരെ ഹൃദയാന്തരത്തിലുണ്ട്. അത് ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും, അത് പല രൂപത്തിലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇത് മനസ്സിലുണ്ട്. ഇപ്പൊ നമ്മള് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളടക്കം പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഇന്നേറ്റായി മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആ ഒരു ദൈവവിശ്വാസം ഉണ്ട്, ആ ഒരു പടച്ചവനോടുള്ള കണക്ട് അവിടെ ഉണ്ട്. പിന്നെ ശരിക്ക് ഹദീസിൽ തന്നെ നമുക്ക് കാണാം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്, പിന്നെ അവന്റെ മാതാപിതാക്കളും അവന്റെ സാഹചര്യങ്ങളാണ് അവനെ പലതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു കണക്ഷൻ, പടച്ചവനോടുള്ള കണക്ഷൻ നമ്മൾ ആർട്ടിഫിഷ്യലി വിച്ഛേദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പൊ അത് വിച്ഛേദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അർത്ഥശൂന്യത തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. കാരണം നമ്മളെ മുന്നിൽ ഒരു വെറും ശൂന്യതയാണ്, ഒരു ശൂന്യത. കാരണം നമ്മളിപ്പോ ഈ വാചാടോപങ്ങളിൽ, അതായത് നമ്മള് വലിയ ഇതൊക്കെ സംസാരിക്കുക എന്നല്ലാതെ, പക്ഷെ നമുക്ക് ആന്തരികമായിട്ട് നമുക്ക് അത് വളരെ, കാരണം മതം വിട്ടു കഴിഞ്ഞാൽ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഫ്രീ ആണ്, ഇത് ഫ്രീ. പക്ഷെ ഇങ്ങനെ എന്തൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ ഫ്രീക്ക് പേരുകളൊക്കെ ഇട്ട് ഇതാക്കുക. പക്ഷെ നമുക്കൊരു പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു വിശ്വാസിയായ ഒരാളും ഒരു അവിശ്വാസിയായ ആളും, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളും തമ്മിലുള്ള അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ഇതൊന്നും തന്നെ അതില്. പിന്നെ ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഫ്രീ തിങ്കേഴ്സ്, അതുപോലെ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുക, സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ഗോഡ്. അപ്പോൾ നിങ്ങൾ വറി ചെയ്യണ്ട, നിങ്ങൾ പരമാവധി ആസ്വദിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്, ഈ മതരഹിതമായ ജീവിതത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ സ്വതന്ത്രമായി ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുക എന്ന മോട്ടോയിലൂടെ അതിലേക്ക് എത്തിപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മതവിശ്വാസിക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമോ ആ ഒരു തവക്കലൊന്നും ഇല്ലാത്ത
ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒരു മരുഭൂമിയുടെ നടുവിൽ പെട്ടതുപോലെ ജീവിക്കാൻ ഒരു നൂല് അറ്റ പട്ടം പോലെയാണ്. അതങ്ങനെ പാറി 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 അങ്ങനെ ഒരു അർത്ഥമില്ല, ഒരു അർത്ഥമില്ലായ്മ ഫീൽ ചെയ്യും. ഒരർത്ഥമില്ലായ്മ ഫീൽ ചെയ്യും. കാരണം എന്തൊക്കെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ഇത് ചെയ്താലും നമ്മൾ ഇത് എനിക്ക് ഈ പിന്നെ ഇപ്പോൾ മതം ഉപേക്ഷിച്ചവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ നമ്മളോടല്ല, നിങ്ങൾ സ്വയം മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ലേ. ഓക്കെ, ഇനി നമ്മൾ ആ പറഞ്ഞ അനുഭവത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ബിസിനസ്സുമായി അങ്ങനെ ഞാനൊരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ബിസിനസ് അന്നൊക്കെ മതത്തിലൊന്നും വിശ്വസിക്കാതെ അങ്ങനെ മുന്നോട്ട് പോണ കാലം. ഈ ബിസിനസ് നഷ്ടത്തിലായി. തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്വം കാരണം ഞാനായിരുന്നു അത് മാനേജ് ചെയ്തിരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരോടൊക്കെ ഇതിന് പിന്നെ ഉത്തരം പറയേണ്ട ബാധ്യത എന്നിലാണുള്ളത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ എങ്ങനെയാലും അതിൻ്റെ മാനേജ് ചെയ്തതെന്നുള്ള കാര്യമില്ല, അതിൻ്റെ ഫുള്ള് ഇത് ചുമതല എൻ്റെ ഇതിലായി. അങ്ങനെ ഇതിനെപ്പറ്റി അവരെ ബിസിനസ് ഇതായി, സാമ്പത്തിക ബാധ്യത വന്നു എനിക്ക് വളരെയധികം. വളരെ അടുത്ത ആളുകളെ അടുത്തുനിന്ന് നല്ല കുത്തുവാക്ക് പോലുള്ള വല്ലാതെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള. അങ്ങനെ ഞാൻ എങ്ങനെ തിരിച്ച് അന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി. അവിടെ ഞാൻ അന്ന് സൗദിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ റൂമിലിങ്ങനെ തനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്, അത്യാവശ്യം നല്ല സാമ്പത്തിക ബാധ്യത ഉണ്ട്. എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വ്യക്തതയില്ല. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ജബ്ബാർ മാഷ് പറഞ്ഞ കണക്ക് പുരോഗമനമായി ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, കാരണം എൻ്റെ ഒരു സുഹൃത്തിനോട്, ഞാൻ ഒരു മതവിശ്വാസ സുഹൃത്താണ്, അദ്ദേഹത്തോട് ഒരു തവണ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് പുള്ളി പറഞ്ഞു, നീ ഇപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിന് പോകുമ്പോൾ നീ ഓക്കെ മതം വിശ്വസിക്കണില്ല, അല്ല മതത്തിലൊന്നും യാതൊരു അർത്ഥമില്ല എന്നൊക്കെ പറയുന്ന ആളാണ്. ഈ ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ആ പൈലറ്റ് അനൗൺസ് ചെയ്യണത് ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഇനിയും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നീ എന്തൊക്കെ മതമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ദൈവമേ എന്നോ അള്ളാന്നോ എന്നുള്ളൊരു വാക്ക് മനസ്സിന്ന് വരും എന്നോട് അങ്ങനെ അന്ന് പറഞ്ഞു. അപ്പം ഇതിങ്ങനെ മനസ്സിലിങ്ങനെ വന്നു. ഇത് മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇഷാബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഏതായാലും ഒന്ന് നമസ്കരിച്ചു നോക്കാം എന്ന് കരുതി. അപ്പോൾ ഏതോ 2 സൂറത്തൊക്കെ ബൈഹാർട്ടൊക്കെ ഉണ്ട്. ബാക്കി ഇതിൻ്റെ ഇടയിൽ ചെല്ലാനുള്ളതൊന്നും അതൊന്നും അറിയൊന്നുമില്ല. ഏകദേശം ഒരു സ്ട്രക്ചർ നിസ്കാരത്തിൻ്റെ എനിക്ക് ഒരു ധാരണ ഉണ്ട്. അങ്ങനെ ഞാൻ അന്ന് വളരെ ഇതായിട്ട് ഞാൻ നിസ്കരിച്ചു. ഈ ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ശാന്തി. കാരണം ഞാൻ ഈ ഇതിൻ്റെ മുമ്പ് ഏതൊരവസ്ഥയിലായിരുന്നോ അതല്ല, ഈ നമസ്കാരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു കുളിർമ പോലെ ഫീൽ ചെയ്തു. ഭൗതികമായി സാഹചര്യം അതേപോലെ കിടക്കുകയാണ്. പക്ഷെ അതിന്റെ മുമ്പ് ഇതിന്റെ മുമ്പ് ഞാനിത് എന്ത് ചെയ്യും എന്നായിരുന്നു എൻ്റെ ഭയം. ഇത് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു ശാന്തി പോലെ നമുക്ക് നേരിടാൻ കഴിയും, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാന്നൊക്കെയുള്ള ഒരു ചെറിയ വളരെ ചെറിയൊരു ഇത്. അപ്പോൾ എനിക്കും തോന്നി എന്തോ ഒരു ഇതുണ്ടല്ലോ ഇത്. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ പരമാവധി ഇങ്ങനെ എന്താക്കി നോക്കിയിട്ടൊക്കെ നിസ്കാരമൊക്കെ ഇങ്ങനെ ചെറിയ രൂപത്തിലൊക്കെ ഇങ്ങനെ തുടങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, കാരണം ഇതിപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഇസ്ലാമികനെ പറ്റി ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഒക്കെ ഒരൊറ്റ വീക്ഷണകോണിലുള്ള, കാരണം ഇസ്ലാമിനെ എതിർക്കണ വീക്ഷണകോണിലുള്ള പുസ്തകങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾ ഒരു യൂട്യൂബിൽ പാട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പാട്ട് മാത്രമായിരിക്കും അതിൽ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതേപോലെ നമ്മളൊരു സജഷൻ, നമ്മളൊരു ഇതുണ്ടാവും, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാവും, നമ്മൾ എടുക്കുന്ന പുസ്തകങ്ങൾ നോക്കുന്നത് ഒക്കെ അത്തരം ആയിരിക്കും. നമ്മൾ ഇങ്ങോട്ടേ നമ്മളെ കൈ പോവുള്ളൂ. അപ്പം എനിക്ക് തോന്നി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. കാരണം ഞാൻ ഒരു 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു ബേസ്മെൻ്റ് അറിയാമെന്നല്ലാതെ വേറെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഖുർആൻ പദാനുപദ വിവർത്തനം
എടുത്തു. അങ്ങനെ ഏകദേശം അത് വായിച്ചു. പക്ഷേ ഈ പദാനുപത വിവർത്തനത്തിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അത് പദാനുപത വിവർത്തനം അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. ആ പദത്തിന് അർത്ഥം എന്താന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോഴാണ് എനിക്ക് പണ്ട് മദ്രസ എനിക്കൊരു അറിയാം, പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ ഖുർആൻ ഒറ്റ തവണയായിട്ട് അവതരിച്ചതല്ല, ഇത് പല ഘട്ടങ്ങളിലായിട്ട്. അതായത് ഇപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പൊ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തോളം, ഞാൻ പറഞ്ഞു ഞാനൊരു വിദ്യാർത്ഥിയാണ്. അതായത് പ്രവാചകന്റെ ഒക്കെ ജീവിത കാലഘട്ടത്തിൽ അവർ എന്തെങ്കിലും പ്രതിസന്ധിയിലൊക്കെ, അല്ലെങ്കിൽ അവർ ജീവിതം ഇങ്ങനെ എന്തെങ്കിലും ഓരോ ഇതിൽ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ, അങ്ങനെയാണ് ഈ ഖുർആന്റെ ഇതുണ്ടായിരിക്കുന്നത്. പിന്നെ ക്രോഡീകരിക്കപ്പെട്ടതാണ് ഞാൻ നമ്മള് അതിൽ ആഡ് ചെയ്യണം തോന്നിയൊരു കാര്യം, ഈ ഘട്ടം ഘട്ടമായി ഇറങ്ങുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പറയും പല ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്, പല ചിന്തകന്മാരെഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, ദാസ് ക്യാപിറ്റൽ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ഒരു ഗ്രന്ഥം മാത്രമല്ല, അതിനോടൊപ്പം അതിന്റെ കൂടെ പരിവർത്തിക്കപ്പെട്ട ഒരു സോഷ്യൽ മോഡൽ കൂടി ഇസ്ലാമിന് മുന്നോട്ട് വെക്കാണ്ടെന്ന് പറയും. എന്താ വെച്ചാൽ ഇപ്പൊ മദ്യത്തിന്റെ വിഷയം എടുക്കാം. മദ്യത്തിന്റെ വിഷയത്തില് ഖുർആന് മദ്യം നിരോധിച്ചിരിക്കുന്നു എന്നൊരു ആയത്ത് മാത്രമല്ല, പതിയെ പതിയെ ആ ഒരു സൊസൈറ്റിയുടെ മെന്റാലിറ്റി അറിഞ്ഞ് ആദ്യം നിങ്ങൾ ഇന്ന രൂപത്തിൽ ഒഴിവാക്കണം, നല്ലതുകൊണ്ട് മോശമുണ്ട് പക്ഷെ ഒഴിവാക്കണം, പിന്നെ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന ഒരു മോഡൽ കൂടി ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഒരു വെറുതെ കുറെ തത്വങ്ങൾ പറയാന്നുള്ളതിനപ്പുറത്ത് ഒരു സൊസൈറ്റിയെ മാറ്റിയ, ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു സൊസൈറ്റിയായി മാറ്റിയൊരു മോഡൽ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിലക്കുള്ള ഒരു വായന യഥാർത്ഥത്തിൽ ഖുർആനെ കുറിച്ച് വായിക്കുമ്പോൾ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ്. അതെ, അങ്ങനെ പിന്നെ ഞാൻ അപ്പോ ഈ അവതരണ പശ്ചാത്തലം കൂടി ഉൾപ്പെടണ ഖുർആൻ പരിഭാഷാ ഗ്രന്ഥങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് അങ്ങനത്തെ കിട്ടണം എന്നായി. അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു പുസ്തകം തേടി പിടിച്ചു. അത് 6 വാല്യങ്ങളോളം ഉണ്ടായിരുന്നു, തഫ്സീർ. അപ്പൊ ഇതൊക്കെ കാരണം അറബിയിലൊന്നും നമ്മൾ അത്ര ഫ്ലുവൻ്റ് ആയിട്ട്, ഈ മലയാളത്തിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ. അപ്പൊ ഇതിന്റെ അവതരണ പശ്ചാത്തലം, അപ്പൊ ഓരോ ഇതിനും എന്താണ് അതിന്റെ പദാനുപദാർത്ഥം എന്താ, അത് ഏത് സാഹചര്യത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഗുരുതുല്യനായി മനസ്സിലൊക്കെ കൊണ്ടു നടന്നിരുന്നത്, നമ്മുടെ ജബ്ബാർ മാഷെ പോലുള്ളവർ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാൻ തുടങ്ങിയത്. കാരണം ഈ ഒരു കാര്യം, കാരണം അതിൻ്റെ ഇപ്പം ഈ ഒരു ആ തൗബ സൂറത്ത് അതിന്റെ മുകളിൽ വായിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. എത്ര സമയം എടുത്തു ഇത് മൊത്തത്തിൽ വായിച്ചു തീർക്കാൻ? ഇത് ഏകദേശം ഞാൻ ഇത് 6 വാല്യത്തോളം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വളരെ കുറച്ച്, അത് ഞാൻ ഏകദേശം ഒരു 3-4 വർഷം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം കാരണം നമ്മൾ പഠിക്കണ പിന്നെ 1 പേജ് 1.5 പേജ് അങ്ങനെയൊക്കെ ഓരോ ദിവസവും അങ്ങനെ നോക്കി പിന്നെ അങ്ങനെയാണ് ഞാൻ ഇത്. പിന്നെ എനിക്ക് ഈ ഹദീസിനൊക്കെ കുറിച്ച് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനും ഇതൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഞാൻ ഇതിലേക്ക് തിരിച്ച് വന്നിട്ടുള്ളത്. ഇപ്പം ഖുർആൻ ഹദീസൊക്കെ വായിച്ചു ആ രൂപത്തിലേക്ക് എത്തി. പിന്നെ എങ്ങനെയാണ് ഒരു പൂർണ്ണമായ രൂപത്തിൽ, അപ്പോൾ നമ്മളൊരു പക്ഷെ ഒരു സംശയത്തിന്റെ ഫേസിലൂടെ ഒക്കെ ആയിരിക്കും ഇങ്ങനെ കടന്നു, ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് മാറില്ലല്ലോ. അപ്പോൾ ഒരു പൂർണ്ണമായ രൂപത്തിൽ ഒരു കൺവിൻസിങ് ആ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് അവസാനം എത്തിപ്പെടുന്നത്? അതെ, അപ്പൊ പക്ഷെ എങ്കിലും ചില ചോദ്യങ്ങളൊക്കെ മനസ്സിൽ നമുക്കവിടെ നിൽക്കും. കാരണം ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഇപ്പോൾ റസൂലുള്ള ആയിഷ റളിയല്ലാഹുവിന്റെ കല്യാണം, ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ അങ്ങനെ ചില ചോദ്യം അപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നതൊക്കെ പറയാണ്. അങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ ഇങ്ങനെ അത് പക്ഷെ എന്നാലും ഉള്ളിൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങളെ നാട്ടിൽ ഏകദേശം ഒരു 10-60 വയസ്സുള്ള ഒരാളോട് ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പുള്ളി ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് കല്യാണം കഴിച്ച കഥ ഒക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ അപ്പോഴേ ഞാൻ ചോദിച്ചു, പിന്നെ പിന്നെ വാപ്പ കല്യാണം കഴിക്കുമ്പോൾ ഉമ്മാക്ക് എത്ര വയസ്സായി? അപ്പോൾ പറഞ്ഞു 12. അപ്പോൾ ഞാൻ പറഞ്ഞു 12? ആ 12 കറക്റ്റാണോ? അതെ. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അപ്പോൾ ഒരു 100 വർഷം മുമ്പ്, അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് അന്ന് എല്ലാ മതക്കാരുടെ ഇടയിലും, അതായത് ഒരു മുസ്ലിം എന്ന് മാത്രം എല്ലാ മതസ്ഥരുടെ ഇടയിലും നിലനിന്നിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അന്ന്. മൂപ്പര് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ അന്ന് കല്യാണം കഴിഞ്ഞ് കൊടുത്താലും ഇവർ തമ്മിൽ അതായത് വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത് പിന്നെയും കുറെ കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ അത് കൂടെ സമ്പർക്കമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ്. പക്ഷെ കല്യാണമൊക്കെ ആ സമയത്ത് അന്ന് കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, 1400 കൊല്ലം മുന്നുള്ള
ഇപ്പൊ ഒരു 100 ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത് കേൾക്കണ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളെ അടുത്തൊക്കെ നിങ്ങളെ പരിചയ വലയത്തിലൊക്കെ ഉള്ള ഈ പ്രായമായ ആളുകളുണ്ടാവും. അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കുക, അവരെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ എത്ര ഏതായിരുന്നു വിവാഹപ്രായം എത്ര ആയിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ക്ലബ് ഹൗസിൽ നിങ്ങളൊക്കെ നടത്തിയ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആയിഷ കല്യാണം പറഞ്ഞിട്ട് അങ്ങനെ അതെ 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 അതിലൊക്കെ. കാരണം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ നാട്ടിലെ മഹത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ അവരെ വൈവാഹിക ജീവിതം അപ്പോൾ എനിക്കതൊന്ന് മനസ്സിലായത്, നമ്മൾ ഇപ്പോൾ ഈ ഇസ്ലാം വിമർശകരൊക്കെ ഇപ്പോഴത്തെ ഇസ്ലാം വിമർശകർ നടത്തുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ഇവർ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുക, മുസ്ലിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവർ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് ഇവർ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളോ അതായത് ഏതൊരു സാഹചര്യവും വിലയിരുത്താൻ ആ സമയത്തെ കണ്ണട വെച്ച് നോക്കണം. ഇത് 21-ാം നൂറ്റാണ്ടിലെ കണ്ണട വെച്ചിട്ടാണ് ഇവർ 6-ാം നൂറ്റാണ്ടിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നമ്മള് പൊതുവെ തന്നെ പറയാറുണ്ട് ഏതൊരു വിഷയത്തെ കുറിച്ച്. ഇപ്പം വിവാഹം സൂചിപ്പിച്ചുകൊണ്ട് പറയാം, വിവാഹം എന്ന് പറഞ്ഞാൽ പല സമൂഹങ്ങളിൽ പല രൂപത്തിലാണത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പം മുമ്പ് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധം കൂടിയ സമയത്ത്, അതുപോലെ തന്നെ പുരുഷന്മാര് കൂടുതൽ ഇല്ലാത്തൊരു സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് ഈ ബഹുഭാര്യത്വത്തിന്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കും. അതേപോലെ തന്നെയാണ് പലപ്പോഴും ഈ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഈ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരാറുണ്ട്. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ നേരത്തെ കല്യാണം കഴിച്ച് ഇപ്പൊ ഇനി ഉപ്പ മരിച്ചു പോവുകയാണെങ്കിലും അല്ലെങ്കിൽ യുദ്ധത്തിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിലും അവിടെ ആ കുട്ടിയെ സേഫ് ആക്കുക, പെൺകുട്ടിയുടെ സേഫ്റ്റി എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് നേരത്തെ കല്യാണം കഴിപ്പിച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നടന്നു പോകുന്നു. അപ്പോൾ ഓരോ സമൂഹത്തിലും ആ വിവാഹം എന്ന് പറയുന്നത് പല രൂപത്തിൽ. ഇന്ന് ഒരു പക്ഷെ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ വിവാഹം എന്നുള്ളതിന്റെ ആ ഒരു കൺസെപ്റ്റ് ഒരുപാട് സാമൂഹികമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതില് ആ ഒരു മാറ്റങ്ങളോ ഒന്നും ചരിത്രപരമായിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഈ പറഞ്ഞ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിലേക്ക് നോക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇതില് ഇവര് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. അപ്പൊ ശരി, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചെയ്തത് ഓക്കെയാണ്, പക്ഷെ അതിന്റെ അർത്ഥം പിന്നെ എല്ലാ കാലത്തും നബി മാതൃകയല്ല എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു 9 വയസ്സ് എന്നുള്ള ഒരു പിന്നെ നമ്പറല്ല ശരിക്കും പറഞ്ഞ മാതൃക. ഒരു വിവാഹം ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ ബീവിയുടെയും വിവാഹം മാതൃകയാണ്. അത് ആ വൈവാഹിക ജീവിതം, ആ ഒരു സ്നേഹം, അതുപോലെ തന്നെ അതിനുശേഷം അവർ കാണിച്ചിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ ഒരിക്കലും ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു നമ്പറല്ല ഒരു പിന്നെ വിവാഹത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ ഇന്ന് നമുക്ക് 18 എന്നുള്ള ഒരു നമ്പർ, ഇന്ന് തന്നെ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും അത് 15 ഉണ്ട്, 16 ഉണ്ട്, 14 ഉണ്ട്, 12 ഉണ്ട്. അപ്പോ അത് ഈ ഒരു കാലഘട്ടത്തിൽ പോലും വ്യത്യസ്തമാവുന്നുണ്ടെങ്കിൽ പല കാലങ്ങളിൽ പലതാകും എന്നുള്ള ആ ഒരു രൂപത്തിലൊന്നും ചിന്തിക്കാതെ ഈ പറഞ്ഞ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല, 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഇരുന്നിട്ട് ഇവിടുത്തെ ഒരു വീക്ഷണകോണ് വെച്ച് ഈ 6-ാം നൂറ്റാണ്ട് കളക്കാണ് ഇവർ ചെയ്യുന്നത്. അതായത് യുദ്ധത്തിന്റെ വിഷയത്തിലൊക്കെ ഇതേ സെയിം വിഷയമാണ്. കാരണം ഇന്ന് ഒരു നേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്യാണ്, അന്നത്തെ 6-ാം നൂറ്റാണ്ടിലുള്ള യുദ്ധങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യാണ് ഈ ഒരു കാലഘട്ടത്തിനോട് പിന്നെ ഒരുമിച്ച് വായിക്കുന്ന ഒരവസ്ഥ അല്ല. ഇതില് ഇപ്പോ നമ്മള് ജീവിതത്തില് ഒരു അബദ്ധം പിണഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ ഒരു അബദ്ധം പിണഞ്ഞത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കാരണം ഞാനിത് പറയാനുള്ള കാരണം ഇപ്പം ഇവരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ, സാധാരണ അബദ്ധങ്ങൾ പറഞ്ഞാൽ അത് ആരോടും പറയലില്ല. കാരണം എല്ലാം അത് വേറെ ഉള്ളവർ അറിയണ്ടെന്നുള്ള രൂപത്തിലാണ് മുന്നോട്ട് പോകാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കത് ഒരു ജീവിതത്തിൽ സംഭവിച്ചൊരു വൻ അബദ്ധമായിരുന്നു. കാരണം ഇപ്പോൾ ഈ മതവിശ്വാസം ഒഴിവാക്കി നടക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പിന്നെ ഇതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ വീക്ഷണകോണിൽ കൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ മനസ്സിനെ നിങ്ങളെ ഒരു ജഡ്ജിയാക്കി മാറ്റുക. അതായത് രണ്ട് ഭാഗത്തു നിന്നുള്ള വിമർശനവും ഇസ്ലാമിക വശത്തുനിന്നും രണ്ടും നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങളെ ശരിയായ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അങ്ങനെ ഇനി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, അവസാനം ഒരു കൺവിക്ഷനിലേക്ക് എത്തിയപ്പോൾ അതിനുശേഷം ഉള്ള ഒരു ജീവിതം ഏത് രൂപത്തിലാണ്, അതൊരു വ്യത്യാസം എന്താണ് ഫീൽ ചെയ്തത്? ജീവിതം അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷന്റെ അവസ്ഥ ഒക്കെ പറഞ്ഞു. ഡിപ്രഷന്റെ കാരണം എനിക്ക് ഈ ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞത് അശേഷം മനസ്സിന്ന് പോയി. പക്ഷെ എന്തും നമുക്ക് ജീവിതത്തിൽ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളെ കൊണ്ട് മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെയുള്ള നമ്മളിപ്പോൾ ഇസ്ലാം വിമർശകർ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ചിലവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു ഇതില്ലേ, ആ ഒരു
സാഹചര്യമായിരുന്നു. അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു. പക്ഷെ ഇപ്പോൾ പിന്നെ അതായത് അലാബി ദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. പക്ഷെ അത് നമുക്ക് വളരെയധികം ദൈവസ്മരണ ഇല്ലാതെ മനസ്സുകളെ ശാന്തമാക്കാൻ കഴിയില്ല. അപ്പം അതിലൊരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം, ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ആ ഒരു കാരണം ഇപ്പോൾ ഒരാൾ നമ്മളെ അടുത്ത് നിന്ന് കടം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിന് പണം ആവശ്യമുണ്ട്. പക്ഷെ അതേസമയം ആ സുഹൃത്തിനെ സഹായിക്കൽ ഒരു ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പുണ്യമുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പുണ്യം കിട്ടാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഈ സുഹൃത്ത് നമ്മളെക്കാളും വലിയ ഒരാളായി നമ്മൾ അദ്ദേഹത്തോട് തിരിച്ച് കാശ് ചോദിക്കുമ്പോൾ നമ്മോട് തരൂല എന്നൊക്കെ പറയുകയാണെങ്കിലും നമുക്കതൊരു വിഷമേ ആയി തോന്നില്ല. കാരണം നമ്മൾ അദ്ദേഹത്തെ സഹായിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല ഒരിക്കലും. ഇതില് ഇപ്പൊ ഈ ആത്മഹത്യാ പ്രവണത പോയി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷൻ പോയി എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട് അത് ഇസ്ലാമിൽ ആത്മഹത്യ ഹറാമായതുകൊണ്ടല്ലേ. ശരിയാണ്, ഇസ്ലാമിൽ നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യ പുരോഗമനമാണെന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരു സ്വന്തത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇസ്ലാം. അത് അപ്പോൾ ഈ ഹറാമായതുകൊണ്ട് മാത്രമാണോ, അതല്ല മറ്റ് വല്ല ഒരു ജീവിതത്തിന് അർത്ഥം നൽകുക പോലെയുള്ള ആ രൂപത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടോ? ഒരു ഹറാമായതുകൊണ്ട് മാത്രമാണോ നിങ്ങൾക്ക് ആത്മഹത്യാ പ്രവണത ഇല്ലാതായത്? അല്ല, കാരണം ഈ ആത്മഹത്യാ പ്രവണത ഒക്കെ വരുന്നത് എങ്ങനെയാണ്? കാരണം നമുക്കൊരു അഭയമില്ല, നമുക്കൊരു അഭയസ്ഥാനമില്ല. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യാം. നമുക്കൊരു അഭയസ്ഥാനം ഇല്ല എന്നുള്ള ഒരു തോന്നൽ നിന്നാണ് ഈ ആത്മഹത്യാ പ്രവണത മനസ്സിലേക്ക് വരുന്നത്. ഈ ദൈവസ്മരണ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അഭയസ്ഥാനമായി. നമുക്ക് നമ്മുടെ സന്തോഷങ്ങള് ദുഃഖങ്ങള് ഒക്കെ പങ്കുവെക്കാൻ പറ്റും. ഒരാളുണ്ട്, നമ്മളെ കൂടെ ഒരാളുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. ഒരിക്കലും ഒരു മനുഷ്യർക്ക് എന്നും നല്ല അതിങ്ങനെ കയറ്റിറക്കങ്ങളോടെ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് സന്തോഷങ്ങളുണ്ടാവും, അപ്പോൾ അതേപോലെ ദുഃഖങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാത്തിനും നമുക്കൊരു പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളുടെ ഒരു ഫീൽ നമ്മൾ വല്ലാതെ ഇതാക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നുള്ള ഒരു രീതിക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. ഇപ്പം ഈ എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ ഒരു മുൻ എക്സ് മുസ്ലിം എന്ന രൂപത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ ഫീൽ ചെയ്യുന്നത്? അല്ല, ഇപ്പോഴത്തെ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് ഇവര് നടത്തുന്ന കാര്യങ്ങൾ അതായത് ഇവരെ വിമർശനങ്ങൾ ഇപ്പോഴുള്ള ആളുകളെ മുന്നേ ഉള്ളവരെ ഞാൻ അങ്ങനെ വിമർശിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ സജീവമായി നിലനിൽക്കണ നമ്മളെ എബ്ബാർ മാഷ്, അങ്ങനെ ലിയാഖത്ത് അലി, പിന്നെ ആരിഫ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ബാസിൽ ടൂറ് പോയി. ബാസിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലും എഴുതി ആനപ്പുറത്ത് ഞാൻ കയറിയെന്ന് ബാസിൽ എഴുതി. അത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ആനപ്പുറം എന്ന് എഴുതുമ്പോൾ 2 പാ ഉണ്ടാവും, അതിലൊരു പാട് വെട്ടിക്കളഞ്ഞിട്ട് ബാസിലിന്റെ പുറത്ത് ആന കയറി, ആ രൂപത്തിലുള്ള ആന പുറത്ത് കയറി എന്നാണ് ബാസിൽ പറയുന്നത്. എന്താണ് ഈ ചങ്ങായി പറയുന്നത്? എന്തൊരു തള്ളാണ്. ഈ രൂപത്തിലാണ് ഇപ്പോഴത്തെ ഇസ്ലാമിക വിമർശനം പോണത്. പിന്നെ രണ്ടാമത്തെ ഇപ്പോഴത്തെ ഇസ്ലാമിക വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ഞാൻ ഒരു സെയിൽസ്മാനാണ്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഞാൻ ബാസിലിൻ്റെ അടുത്ത് വന്നതാണ്. ഇപ്പോഴത്തെ ഇസ്ലാമിക വിമർശകർ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പം നിങ്ങളടുത്തേക്ക് വന്നിട്ടാണ്, നിങ്ങൾ ഇസ്ലാമിക പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളാണ്, ആ ഒരു മുന്നിൽ വെച്ചിട്ട് ഇവർ കൊടുന്ന് വെച്ച പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇവർ ഒരക്ഷരം സംസാരിക്കണില്ല. ഇവർ പറയുന്നത് മുഴുവൻ നിങ്ങളടുത്തുള്ള പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. മറ്റേ പ്രൊഡക്റ്റ് ശരിയില്ല, ആ പ്രൊഡക്റ്റ് ശരിയല്ല, അത് ശരിയല്ല. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ മാർക്കറ്റിൽ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇത് കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സ്വന്തം ആശയത്തെ കുറിച്ച് ഒന്നും പറയാനില്ല, അത് ഡിഫെൻഡ് ചെയ്യാനില്ല. ഇല്ല അതിനെ ക്ലബ് ഹൗസിന്റെ സമയത്തൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. വെച്ചാൽ ശരി, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അതിനെല്ലാത്തിനും ഞങ്ങൾക്ക് മറുപടി ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ആശയം ഉണ്ടല്ലോ, യുക്തിവാദമെന്നോ നിരീശ്വരവാദമെന്നോ നാസ്തികതാന്നോ എന്ത് പേരിട്ടോ, ആ ഒരു ആശയം നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യണ്ടേ? അത് ശരിയാ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ദൈവം എന്നുള്ളത് തെളിവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികത നിർവചിക്കാൻ പറ്റും, ഇതൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, അതിലൊക്കെ ഒന്നും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ നിങ്ങളതിനെ കുറിച്ച് പറയാം. അതെ, അപ്പൊ അത് അങ്ങനത്തെ ഒരു സെയിൽസ്മാൻ മാർക്കറ്റിൽ എത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും? സ്വന്തം പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പിന്നെ നമ്മളിപ്പോ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ദിനപത്രങ്ങളിലൊക്കെ ദിനപത്രങ്ങൾക്കൊക്കെ അവർക്ക് നിലപാടുണ്ടാവും, അവരെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരെ കുറിച്ചാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ
അവരെടുത്ത് പ്രസിദ്ധീകരണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ്, എന്തെങ്കിലും റിപ്പോർട്ടിലൊക്കെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു ചെറിയ കോളത്തിൽ നമുക്ക് കാണാം തിരുത്ത് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കും. അതാന്ന് വെച്ചാൽ അവരെ വായനക്കാരെ ഒരു മാനിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു തെറ്റായ വാർത്ത നമ്മളെ പത്രം വഴി പുറത്തു പോകരുത്, ഒരു വായനക്കാരോട് കാണിക്കണ ഒരു സത്യസന്ധതയാണ്. അതേസമയം നമ്മളെ ഇപ്പോഴത്തെ ഇസ്ലാം വിമർശകരുടെ ഭാഗത്തു നിന്ന് എന്താണ് അങ്ങനെ ഉള്ളത്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു വീഡിയോ കണ്ടിരുന്നു, കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ കല്യാണം അപ്പോൾ അത് ഇവർ ഗോൾ പോസ്റ്റ് ഇങ്ങനെ അത് എടുത്ത് ഓടി നടക്കുകയാണ്. കാരണം അത് അവിടെ കൊണ്ടുപോയി വെക്കുക, അതിങ്ങനെ ചെസ് കളിക്കണ പോലെ ഗോൾ പോസ്റ്റ് ആയിട്ട് ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. നിരന്തരം ചൂണ്ടിക്കാണിച്ചിട്ടും കൃത്യമായ തെളിവുകൾ കൊടുത്താലും അത് അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പോഴത്തെ ഇസ്ലാം വിമർശകരെ കൊണ്ടുണ്ടായ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോൾ നമ്മളെ കളമശ്ശേരി ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി, ഒരു ബോംബ് സ്ഫോടനം. ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. പക്ഷെ ആരും ക്രിസ്ത്യാനികൾ മുഴുവൻ മാർട്ടിൻ ഇതായതുകൊണ്ട് ക്രിസ്ത്യാനികൾ ശരിയല്ല എന്നാരും പറയില്ല. അതേസമയം ഒരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ അപ്പോൾ ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജബ്ബാർ ചെയ്താലും നമ്മളെ ലിയാഖത്ത് ചെയ്താലും ഈ മുസ്ലിമിൻ്റെ ലെവലിൽ തന്നെയാണ് വരും കേട്ടോ. എന്തെങ്കിലും ഒരു അക്രമമോ, ഇപ്പൊ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മതത്തിലും ജാതിയിലും എല്ലാം ഉണ്ടാവും. അത് മനുഷ്യന്മാർക്ക് ക്രിമിനൽസ് ഉണ്ടാവും. അത്തരം മുസ്ലിം പക്ഷത്ത് നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പിന്നെ ഏതെങ്കിലും ക്രിമിനൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ഇപ്പോൾ ഏതോ സോഷ്യൽ മീഡിയയിലോ പത്രങ്ങളിലൊക്കെ വരുന്നതിനിടയിൽ നിങ്ങൾ പോയി നോക്കണ്ടേ 6-ാം നൂറ്റാണ്ട് പ്രവാചകൻ, അതായത് ആ മുസ്ലിം പേരുള്ള ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതിന് മൊത്തം മതത്തിനാണ് അതിൻ്റെ പ്രശ്നം. ആ ഒരു രൂപത്തിൽ ജനങ്ങളെ മെയിൻ സെറ്റ് മാറ്റിയെടുക്കണതിൽ ഇവര് വിജയിച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രധാനമാണ്. ഇപ്പം ജബ്ബാർ എന്ന് പറയുന്ന ഒരാള് എന്തെങ്കിലും ഒരു കള്ളക്കടത്ത് നടത്തി, എന്നാലും എന്താ ഒരു കള്ളക്കടത്ത് മുസ്ലിം വയോധികൻ പിടിയിൽ നിന്നാണല്ലോ വരിക. അപ്പൊ ശരിക്കും ഇത് അതുമായി ഇസ്ലാമിന്റെ ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇസ്ലാം അതിനെ ഇപ്പൊ കള്ളക്കടത്ത് അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും പിന്നെ മുസ്ലിങ്ങൾ അതിന്റെ പേര് വരുമ്പോൾ ഭയങ്കരമായി ഇത്തരത്തിലുള്ള കമന്റ്. പക്ഷെ അതിന് ഇസ്ലാമായിട്ട് എന്താ ബന്ധം, അല്ലെങ്കിൽ അതിന്റെ താഴെ പോലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പല പേരുകൾ വിളിക്കുക, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് ഇവര് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇന്നലെ ഇന്നലെ നമ്മളിപ്പോ നമ്മളൊരു സഹോദരൻ ഒരു ലോറിയായിട്ട് പോയിട്ട് കർണാടകയിൽ മണ്ണിടിഞ്ഞ് ഇതിലാണ് കിടക്കുന്നത്. അദ്ദേഹത്തെ പിന്നെ ജീവനോടെ കണ്ടെടുക്കാൻ കഴിയട്ടെ. അപ്പോൾ അതിൽ പല വിശ്വാസികളും, അതായത് എല്ലാ മതവിശ്വാസികളും വന്ന് അവരുടേതായിട്ടുള്ള വാർത്തകൾക്ക് താഴെ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ രക്ഷിക്കണേന്നൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ദൈവത്തെ കൊണ്ട് എന്താണ് കാര്യം എന്നൊക്കെ കമന്റ് ഇടുക എന്നല്ലാതെ ഇത്തരം പൊതുശല്യങ്ങളാവുക എന്നല്ലാതെ വേറൊരു കാര്യം ഇവരെ കൊണ്ട് നടക്കണില്ല എന്നുള്ളതാണ്. ഏതായാലും ആ രൂപത്തിലാണ് നമ്മുടെ വിമർശനങ്ങളുടെ ഒക്കെ ഒരു. അപ്പൊ ഏതായാലും എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഫേസിലൂടെ ഒക്കെ കടന്നുപോയി തിരിച്ചു വീണ്ടും വിശ്വാസത്തിന്റെ ആ ഒരു ശാന്തി തീരത്തിലേക്ക് വന്ന ഒരാളാണ്. ആ നിലക്ക് ഇങ്ങനെ ഒരു ഫേസിലൂടെ കടന്നു പോയ ഒരാൾ എന്ന നിലക്ക് നിങ്ങൾക്ക് ഈ ഫേസിലൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ. അതായത് നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കലും തിരിച്ചൊരു വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളതൊന്നും ആലോചിക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചില ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, ഞാൻ എന്തായാലും വെട്ടിയിട്ടാലും ഇതിൽ ഈ ഒരു മതത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു അതിനെക്കുറിച്ച് ആലോചിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്നവരുണ്ടാകും. അവരോട് എന്താണ് ഒരു അവസാനമായി പറയാനുള്ളത്? അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ രണ്ട് ഭാഗവും പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള, കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ ഒരിക്കലും ഇസ്ലാം വിമർശകരായ ഈ ജബ്ബാറിനെ പോലുള്ള ആരിഫിനെ ലിയാഖത്തലിയൊക്കെ പോലുള്ള ആളുകളെ നിങ്ങൾ അവലംബാക്കി എടുക്കരുത്. കാരണം അതിൻ്റെ സോഴ്സുകളുണ്ട്. നിങ്ങൾ വിമർശനങ്ങൾ പഠിക്കാൻ അവിടെ നോക്കിക്കോളൂ. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന എല്ലാ വിമർശനങ്ങൾക്കും ഇസ്ലാമിൽ അതിന് മറുപടി വളരെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ള പരിപൂർണ ബോധ്യമുള്ള ആളാണ് ഞാൻ. കാരണം എനിക്കെൻ്റെ ജീവിതത്തിൽ പഠിഞ്ഞതാണ്. കാരണം എന്തെങ്കിലും ഒരു വഴുത് കിട്ടിയാൽ ഞാൻ വീണ്ടും ചാടാൻ നോക്കുകയാണ്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ ഏതായാലും ഇസ്ലാം പഠിക്കാൻ ഇസ്ലാമിന്റെ പിന്നെ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുക, വിമർശനങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി. പക്ഷേ ഇസ്ലാമിന്റെ അടുത്ത് എല്ലാത്തിനും ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഇവരെ വിളറി പിടിപ്പിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട്, കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു കല്യാണം കഴിച്ചതിന് തെളിവുണ്ടോ,
എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓരോരുത്തർ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് ഒരു 3 തവണ ആവർത്തിച്ചിട്ട് അത് കല്യാണമല്ല എന്നൊക്കെ പറയുന്ന ഒരു തീർത്തും ഒരു എന്താ പറയാ ഒരു കോമഡി കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അപ്പൊ ഏതായാലും തെളിവുകൾ കിട്ടുമ്പോൾ ആ രൂപത്തിൽ തങ്ങൾ ആദ്യം തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു വിമർശനമുണ്ട്. അതിനെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഗോൾ പോസ്റ്റ് മാറ്റി ചെയ്യുന്നത്. അപ്പൊ ഏതായാലും ഈ ഒരു അനുഭവം നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്ന നിലക്ക് തന്നെയാണ്. പത്രക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അതെ, അതോടൊപ്പം എനിക്കൊരു കാരണം എൻ്റെ ഈ അവസ്ഥയിലുള്ള ധാരാളം പേരുണ്ട്. അത് നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ പരിചയമുള്ള ആളുകൾ തന്നെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഇതേപോലെ ഒരു വേദിയിൽ വന്നിരുന്നിട്ട്, കാരണം ഞാനും ഇതൊരിക്കലും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇപ്പൊ ഇത്തരം കോലാഹലങ്ങൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ വന്ന് നിർബന്ധ സാഹചര്യത്തിൽ വന്ന് പറഞ്ഞു പോവുക. ഇവരുണ്ടാക്കണ ഈ കുറെ കോലാഹലങ്ങൾ കാണുമ്പോൾ നമ്മൾ, കാരണം ഇതുപോലെ വളരെ അധികം പേരുണ്ട്, 1-2 വളരെയധികം. കാരണം നല്ല ഇന്റലക്ച്വൽ ക്വാളിറ്റി ഒക്കെ ഉള്ള വളരെയധികം ആളുകളെ നമ്മളൊക്കെ പരിചയത്തിൽ ഒരുപാട് ആളുകൾ. അപ്പൊ അവർക്ക് ഒരുപക്ഷെ അവരുടെ ജീവിതം ഒരു പ്രൈവറ്റ് ലൈഫിലേക്കുള്ള, കാരണം ഇങ്ങനെ ഒരു കാര്യം പറയുന്നതോടുകൂടി കടിച്ചു കീറാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ വാചകത്തിൽ എന്തെങ്കിലും പിന്നെ വീഡിയോ ഒക്കെ കട്ട് ചെയ്ത്, അപ്പൊ അതുണ്ടാവും. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പബ്ലിക്കായി പറയാൻ ഒരു പക്ഷെ തയ്യാറായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള മറ്റാളുകളെ, താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മൾക്ക് ഇതുപോലെ സംസാരിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ആ രൂപത്തിലുള്ള ഒരു ആർക്കെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന നിലക്കാണ് ഈ ഒരു അനുഭവം നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള മറ്റ് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന മറ്റ് സെഷൻസ് കൂടിയൊക്കെ നമുക്ക് വഴിയെ കണ്ടക്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ടേക്ക് അവേ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറയാൻ, നമുക്ക് പലപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം വായിക്കുമ്പോൾ, ഇപ്പോൾ മതരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ മതേതര വായന എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള വായനകളിലൂടെ മാത്രം പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോഗ്നിറ്റീവ് ബയാസ് ഉണ്ട്. ആ ഒരു ബയാസിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ, എന്താണ് മറുഭാഗത്തുള്ള അവരുടെ ന്യായങ്ങൾ എന്താണ് എന്ന് അവരുടെ സോഴ്സുകൾ വെച്ച് വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ബയാസ് ബാധിച്ചിട്ടുള്ള ആളുകളോട് പ്രധാനമായിട്ട് പറയണം. അതാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഒരു ടേക്ക് അവേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇത്തരത്തിലുള്ള സെഷൻസും അല്ലെങ്കിൽ വീഡിയോസുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.